ഇതിൽ വെള്ളം നിറച്ചിട്ട് രാവിലെയൊക്കെ എണീക്കുമ്പോൾ കിളികളുടെ കളകൾ ആരവ കേൾക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചു. വെള്ളം നിറഞ്ഞ നമുക്ക് അങ്ങനത്തെ പ്രശ്നം തന്നെ ആമസോണിൽ നിന്ന് എപ്പോഴും ഒരു കൊല്ലം മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ. ഇതാകുമ്പോൾ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഇന്നെടുക്കാം. വെള്ളം ആവില്ല ജാണ്ട് സ്പ്രേ. ഇതെങ്ങനെ ഈ വൈറ്റ് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട്. അത് ഞാൻ ചില സമയത്ത് നമുക്ക് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 എണ്ണം ഇടാം. ചില നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടി മേടിച്ച് വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ കുറേ നാളായി, എല്ലാ ആഴ്ച ഒരെണ്ണെങ്കിലും പൊട്ടിക്കും. കുറേ നാളായിട്ട് ഞാൻ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മടിയാണ്. കാരണം ഇൻസ്റ്റയിലേക്ക് കയറിയതിന് ശേഷം ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറേ പേരിന് മെസ്സേജ് ഒക്കെ എന്താണ് മെയിൻ വീഡിയോസ് ഒന്നും ചെയ്യാം. സത്യം പറഞ്ഞാൽ മടിയാണ്, വേറെ ഒന്നുമില്ല. കാരണം ഷോർട്ട് വീഡിയോയ്ക്ക് അത്ര എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഇതാകുമ്പോൾ കുറേ എഫേർട്ട് നമ്മൾ ഇടണം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 വർഷം കഴിഞ്ഞു. 3 വർഷമല്ലേ ശ്രീയെ? 3 വർഷം 2023 വർഷമായി നമ്മുടെ ഹോം ടൂർ കഴിഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. നമ്മുടെ ഫർണിച്ചേഴ്സും നമ്മുടെ കുറച്ചിൻ്റെ അവിടെയൊക്കെ ആയിട്ട് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ഒരു വർഷം ശിവരാത്രിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ, കുറേ ഡ്രസ്സുകൾ, കുറേ സാധനങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ്. അപ്പോൾ അതിന് ഓരോ വർഷവും ഇല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒക്കെ ഡിക്ലറ്റർ ചെയ്തിട്ട് നല്ലതുണ്ടെങ്കിൽ എടുത്തു വെക്കും. ഒട്ടും പറ്റാത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്ക്രേപ്പേഴ്സ് വരുമ്പോൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് കിച്ചൺ ടൂർ. ഞാനൊരു മിനിമലിസ്റ്റാണ്, എപ്പോഴും പറയാറുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്യൂട്ടായിരിക്കണം എപ്പോഴും. ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പാട് അസ്വസ്ഥതയാണ്. അപ്പോൾ എൻ്റെ കിച്ചനും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് എൻ്റെ അടുക്കള കാണാം കേട്ടോ. ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇത് രാവിലെ ഇത് കർപ്പൂരത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഇട്ട് വയ്ക്കുന്നതാണ്. കർപ്പൂരം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കത്തിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു മണം എനിക്ക് വല്ലാത്തൊരു അഡിക്ഷനാണ്. അത് എല്ലാ റൂമുകളിലും ഉണ്ട് ഇതുപോലത്തെ സംഭവം. അതുപോലെ തന്നെ ഇവിടെ കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. മുകളിലേക്ക് ഇതിലിപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉണ്ട്. ഇവിടെയും ഒരുപാട് ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഒരുപാട് ഹൈറ്റ്. പക്ഷേ ഇതിലൊക്കെ മാറാല പിടിക്കും. കാണുന്ന ഭംഗിയല്ല. നമ്മൾ രാവിലെ ഒരു 5 മണി 6 മണിക്കായിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് കാണുക മാറാല. ഇന്ന് തുടച്ചിട്ട് പോലും അവിടെ മാറാല ഉണ്ടാവും, അതുപോലെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അറ്റം വരെ വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈ എത്താവുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഡെക്കർ പീസസ് വെച്ചിട്ടുള്ളൂ. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഫുള്ള് പൊടി പിടിച്ച് ഗ്ലാസ്സും അതൊക്കെ വെച്ചിട്ട് വൃത്തികേടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. അവിടെ കുഞ്ഞു സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ പ്ലേറ്റുകളൊക്കെ വെക്കുന്നതാണ്. പൊട്ടുന്ന പ്ലേറ്റുകളൊക്കെ ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ചേക്കണേ. ഇത് കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഡെയിലി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ വെച്ചിട്ടുണ്ടോ. ഇതിൽ ഫ്രൂട്ട്സൊക്കെ തീർന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ഉണ്ടാവും. അത് കളയാൻ വേണ്ടി വെച്ചിരുന്നത് കൂടെയാണ്. ഇത് സിട്രസ് ഫ്രൂട്ട്സ് ഉള്ളപ്പോൾ നന്നായി കഴുകി ഇവിടെ തന്നെ വെച്ച് കുട്ടികളൊക്കെ എടുത്ത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ ഒരു ഏരിയയിൽ ക്ലോക്ക് എനിക്ക് നിർബന്ധമാണ്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ്, രാവിലെ സമയമുണ്ട്. ശ്രീക്ക് ഒരു രാവിലെ ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പം എനിക്ക് കുക്ക് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടൈം വെച്ചിട്ടൊക്കെ തന്നെ. പണ്ട് അമ്മമാർ റേഡിയോ വെച്ചിട്ടാണ് പണിയെടുക്കുക. അതിൻ്റെ സമയം ഇന്നത് കഴിഞ്ഞ് ഇന്നത് വരുമ്പോൾ ഈ സമയമായി അവരിങ്ങനെ പറയൂല്ലേ. അതുപോലെ എനിക്ക് സമയം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോക്ക്, ഏതെങ്കിലും ഒരു ക്ലോക്ക്, അത് എല്ലായിടത്തും ഉണ്ടാവും, വേണം. പിന്നെ ചിലപ്പോൾ ഈ വിളക്ക് വെക്കാനായിട്ട് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും രാവിലെ വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാട്ടും അവിടെ അങ്ങനെ ഇരുന്നോളും. ഒരു വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് എനിക്ക് സൂര്യപ്പ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് എനിക്ക് ഓർഡർ ചെയ്തിട്ട് അവന് വേണ്ടി വരുത്തിച്ചതാ. ഇതിൽ വെള്ളം നിറച്ചിട്ട് രാവിലെയൊക്കെ എണീക്കുമ്പോൾ കിളികളുടെ കളകൾ ആരവ കേൾക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചു. വെള്ളം നിറച്ചാലേ സൗണ്ട് വരുള്ളൂ. ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ നമ്മുടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഫ്ലാസ്കിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നത്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയുള്ള അടുക്കള മാത്രമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലാസ്കിൽ ഇതിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചാണ് കേട്ടോ. ഞാനൊരു ചായ ലവറാണ്. പക്ഷെ എനിക്കതൊരു 35 കഴിഞ്ഞപ്പോൾ തുടങ്ങി എനിക്കിങ്ങനെ ഗ്യാസിൻ്റെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. ചായ പിന്നെ വെറും വയറ്റിൽ ചായ കുടിക്കുമ്പോഴേ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ സിനമൺ
ഉണ്ടല്ലോ പട്ടായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ചായ കുടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ വയറിന് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ചായക്കഥ ഇത്രയേ ഉള്ളൂ. ചായ കുടിക്കാനുള്ളത് വേറെ ഒന്നുമില്ല. അവിടെ ചായ വെക്കുന്നു, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ചായ വെക്കുന്നു, ഫ്ലാസ്കിലാക്കുന്നു. ഞാൻ രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ബോട്ടിലിൽ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ, നല്ല കട്ടൻ ചായ അതിലേക്ക് ഒഴിക്കുക. കട്ടൻ ചായ അതിലേക്ക് ഒഴിക്കുക, എന്തായാലും ഒഴിക്കുക. കട്ടൻ ചായ അതിലേക്ക് ഒഴിച്ച് അതിൽ നിന്ന് ചായ എടുത്ത് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ അവിടെ യോഗ മാറ്റിൽ പോയിരിക്കും, യോഗയൊക്കെ ചെയ്യും. സമാധാനമായിട്ട് എൻ്റെ രാവിലെ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ചായ ഇരിക്കുന്നത് കൊണ്ട് ചായ കുടിക്കാൻ പൂതി. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ ഡെക്കർ ഗ്ലാസ്സൊക്കെ ആയിരുന്നു, ഇവിടെ ഒരു മഗ്ഗൊക്കെ ആയിരുന്നു. പണ്ടത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതൊക്കെ പൊടി പിടിച്ചിരുന്ന് എന്നും തുടച്ച് വൃത്തിയുടെ ഇത് നമുക്ക് എടുക്കാം. ഇദ്ദേഹത്തിന് ബുദ്ധനെ വരെ നമുക്ക് ഇവിടുന്ന് എടുക്കാം, ഒക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. രാവിലെ എണീക്കുമ്പോഴേ നമ്മൾ ഈ ലൈറ്റൊന്നും ഇല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ ലൈറ്റൊക്കെ വെച്ചതുകൊണ്ട് ഭയങ്കര ലൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വെളിച്ചാകുമ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ല, ആകെ കുറച്ച് ലൈറ്റ്, നല്ല ഭംഗിയായിരിക്കും, ക്യൂട്ടായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു കുറച്ച് ഏരിയ നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വിളക്കുകൾ മാത്രമേ ഞാൻ കഴുകുള്ളൂ. നല്ല വിളക്കുകൾ, നോൺ വെജും സാധനമൊന്നും അങ്ങനെ കഴുകാറില്ല, അതൊക്കെ അപ്പുറത്തിട്ടാണ് കഴുകണേ. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ സ്റ്റോറേജ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് തീർന്നു, കുറച്ചേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ്, സവാള, അങ്ങനെ സംഭവങ്ങൾ. എൻ്റെ സ്പൈസസ് ബോക്സാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ എൻ്റെ ഉള്ള സാധനങ്ങൾ. പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഫ്രഷ് ഗരം മസാല വീട്ടിൽ തന്നെ പിടിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത് അത്. പിന്നെ നമ്മുടെ സാധാരണ പോലെ മഞ്ഞൾ, മുളക് സംഭവങ്ങളൊക്കെ കുട്ടി പഴയ പാത്രങ്ങൾ കളഞ്ഞു. അതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ച് വരും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കും. നമുക്ക് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ചാവുമ്പോൾ കൊണ്ട് ഇടാനൊന്നുമില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇതിപ്പോൾ കുറേ നാളിരിക്കും. ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ കുറേ നാളിരിക്കും. ചീത്തയാവില്ല, തുരുമ്പ് പിടിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ നമ്മുടെ ഓയിൽ വയ്ക്കുന്ന എണ്ണയും നെയ്യും, പിന്നെ കുറച്ച് കട്ട്ലറി സംഭവങ്ങളൊക്കെ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയത്. കാരണം ഞാൻ വീട് പണി കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ വർക്ക് തീർക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കബേർഡുകൾ കുറേ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ കബേർഡ്, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കബേർഡിൽ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പ്രശ്നം അറിയോ, അത് അവിടെ തന്നെ ഇരിക്കും, നമ്മുടെ കയ്യെത്തില്ല, കണ്ണെത്തില്ല. പ്രത്യേകിച്ച് ദീപകരൻ്റെ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക തിരക്കും കൂടി ഉള്ള വേറെ ജോലിയും കൂടി ഉണ്ടല്ലോ നമുക്ക്, അതും കൂടി ഉള്ളപ്പോൾ നമുക്ക് പല സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നം തന്നെ. ആമസോണിൽ നിന്ന് എപ്പോഴും ഒരു കൊല്ലം മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ. ഇതാകുമ്പോൾ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു കബേർഡ് വേണ്ട, ഒരു ചെപ്പിൻ്റെ ആവശ്യം വരില്ല. അതിൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചെള്ള് വരിക, സ്മെല്ല് വരിക, വെളുത്ത പൊടി ഉണ്ടാവുക, ഉറുമ്പ് വരിക, അത് പരിപാടികളൊന്നുമില്ല. ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഇന്നെടുക്കാം. വെള്ളം അവൈലബിൾ, എപ്പോഴും കൈ നനവായിരിക്കുമല്ലോ, അപ്പം നമുക്ക് അങ്ങനെ എടുക്കാം. പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അനക്കാനൊന്നും പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപ്പിന് പകരം പയറ് കയറും, പയറിൻ്റെ ഉള്ളിൽ പരിപ്പ് കയറും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതെൻ്റെ റൈസ് പോട്ടാണ്. 1.5 കൊല്ലം അങ്ങോട്ടേ ഞാനിത് വാങ്ങിച്ചിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. ഒരു പ്രശ്നവുമില്ല. മൊത്തം കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് എടുക്കും, എന്നിട്ട് ഇതിൽ അരി നിറച്ച് വെക്കും. ഇതേപോലെ തന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് വരും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തുണ്ടാവും, ഞാൻ പറഞ്ഞു തന്നെ കാര്യമില്ല. പണ്ടും നമുക്കിതൊക്കെ പാത്രങ്ങളായിരുന്നല്ലോ, അരിപ്പാത്രം, അരിച്ചെമ്പ് ഒക്കെ ആയിരുന്നു. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇതിലൊന്നും ഉറുമ്പൊന്നും കയറില്ല കേട്ടോ, നീറ്റാണ്. പിന്നെ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിലും പുറത്തല്ലേ നമ്മൾ പ്രസ് ചെയ്യുന്നത്. ഇതൊന്നും പ്രമോഷൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ അതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചാണേ. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ചായ ട്രേകൾ, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, കയ്യെത്തുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് ആവശ്യമുള്ളത് മാത്രം. വളരെ കുറച്ച് കുക്കിങ്ങും വളരെ കുറച്ചൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. ഓവൻ ഉപയോഗിക്കാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ഉപയോഗിക്കാത്തൊരു സാധനമാണ്. എൻ്റെ സൂര്യപ്പൻ മാത്രമാണ് ഓവൻ ഉപയോഗിക്കുന്നത്. അവനാണ് എന്തെങ്കിലും സാധനങ്ങൾ മിക്കവാറും ചൂടാക്കിയിട്ട് തരുന്നത്. ഞാനിതൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തത്, വെറുതെ ഷോ പീസായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കബേർഡ്സാണ് ഇവിടെ ഉള്ളത്. കബേർഡുകളിൽ ഈ ഒരു ഇതിൽ വെച്ചേക്കണത് കുട്ടികളൊന്നും എടുത്തിട്ട് അവരുടെ പലഹാരങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ കുഞ്ഞു കണ്ടെയ്നറിലാക്കി വെച്ചു. ഇത് നമ്മുടെ ഡേറ്റ്സും നട്ട്സും ഒക്കെ വരുന്ന സംഭവം ഒരു ഇതിലാക്കി വെച്ചേക്കണേ, നീറ്റായിട്ട്. അത് ഇരുന്നോളും. കുട്ടികളാണെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഇതിൽ നിന്ന് ഞാൻ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരെടുത്തിട്ട് തിരിച്ചു വലിയ തന്നെ വെച്ചോളും. നീറ്റായിട്ട് തന്നെ യൂസ് കഴിഞ്ഞു.
അങ്ങനെ. അപ്പോൾ ചായക്കോ രാവിലത്തെ ചായക്കോ അല്ലെങ്കിൽ ഇടയിൽ നിന്ന് കഴിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാം. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒക്കെ എയർ ടൈറ്റ് കണ്ടെയ്നർ എപ്പോഴും പേടിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ചീത്തയാവും, ഉറുമ്പ് വരും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സംഭവം ഇതിനേക്കാളും കൂടുതൽ ഫേബറിൻ്റെ ആണ് സ്റ്റൗവെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ സ്റ്റൗവ് ഏതാ, ബട്ടർഫ്ലൈ ആണോ? പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തുടങ്ങിയുള്ള ശീലമായതുകൊണ്ടായിരിക്കും എനിക്ക് ഇതൊക്കെ വർക്ക് ചെയ്യിച്ച് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഈ അടുക്കളയിൽ നമ്മുടെ പഴയ അടുക്കളയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ കപ്പുകൾ, പൊട്ടുന്ന പാത്രങ്ങൾ, പൊട്ടുന്ന പ്ലേറ്റുകളെല്ലാമാണ് ഈ ഏരിയയിൽ വെച്ച്. ഇവിടെ ഉണ്ട് ഇനി കുറച്ചും കൂടെ, പക്ഷെ അത് കഴുകിയിട്ട് ഇങ്ങോട്ട് ഉണങ്ങി എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ട്രേ ഒക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇടയിലൊക്കെ പ്രാണികൾ വരും കേട്ടോ. അങ്ങനെ പ്രശ്നമുണ്ട്. നേരത്തെ ഇട്ടുകാലിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് എൻ്റെ അടുത്ത സ്റ്റോറേജ് സ്പേസ്. ഞാൻ എല്ലാ സാധനങ്ങളും ഇതുപോലെ കണ്ടെയ്നർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്കി ഇങ്ങനത്തെ വെക്കുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് അധികം ഇതെല്ലാം കൂടെ വലിച്ചുവാരി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല. പിന്നെ അതുപോലത്തെ സാധനം പ്രസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, ഇതിലൊന്നുമില്ല ഇടത് മറ്റേ പഞ്ചസാര, മുളക്, അവിൽ നനയ്ക്കാനുള്ളത്, പിന്നെ റവ. നമുക്ക് ഞാൻ ഡെയിലി ഇപ്പോൾ എല്ലാവർക്കും ഒരു വീക്കിൽ എങ്ങനെ പോയാലും ഒരു പ്ലാൻ ഉണ്ടാവും. സ്ഥിരമായിട്ട് അത് തന്നെയായിരിക്കും അവർ ഉണ്ടാക്കുന്നുണ്ടാവുക വീട്ടിൽ, അത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. കൂടുതൽ കണ്ട് വാങ്ങിയ ശീലമൊന്നും ഇല്ല. ഗോതമ്പ് പൊടി, റവ, അങ്ങനെ സംഭവങ്ങളൊക്കെ. മുകളിൽ പൊട്ടിക്കാത്ത ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കടലമാവ്, ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ, അങ്ങനെ സംഭവങ്ങൾ. ഇത് റാഗി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ ഇത് ചെമ്പരത്തി ഉണക്കി പൊടിച്ചിട്ട് വെച്ചിരിക്കണതാണ്. ചില സമയത്ത് നമുക്ക് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 എണ്ണം ഇടാം. ചിലർ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ കുറേ ഉണ്ട്. നമുക്കിവിടെ ചെമ്പരത്തിയുടെ ജെല്ലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. അമ്മ ഉണക്കി തരും, ഞാനിതുപോലെ ആക്കി വെക്കും. ഓവനിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. അങ്ങനെ. പിന്നെ ഇതെന്തായിരുന്നു ഓർമ്മയില്ലല്ലോ. ഇതൊന്നുമില്ല, ഇത് റവ തന്നെയാണ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ വാഷ് ബേസിൻ്റെ താഴെ ഒരു ചെറിയൊരു സ്പേസ്, അത്രയേ ഉള്ളൂ. ഇവിടെ ഞാനെല്ലാം കുറേയൊക്കെ മാറ്റിയിട്ടു. നിറയെ സാധനങ്ങൾ കുത്തി നിറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഒക്കെ ഞാൻ മാറ്റി ഡിക്ലറ്റർ ചെയ്തു. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റുകൾ എപ്പോഴും നമ്മൾ അതിൽ തന്നെ കഴിക്കണമെന്നില്ലല്ലോ. ചിലപ്പോൾ സ്റ്റീൽ 4 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ, 4 എണ്ണേ ഉള്ളൂ. പിന്നെ സ്പെയർ ബോട്ടിൽസ്, സ്ഥിരം കൊണ്ടുപോകുന്ന ബോട്ടിൽ അല്ലാണ്ട് സാധാരണ വെക്കുന്ന ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാണ്ട് സ്പ്രേ. ഇതെങ്ങനെ ഈ വൈറ്റ് ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് ഞാൻ കൂടുതലും എപ്പോഴും തുടയ്ക്കും. എന്ത് വീണാലും അപ്പം തന്നെ തുടയ്ക്കും. നമുക്ക് ഇതേപോലെ സോഡാപ്പൊടി ഇട്ടിട്ട് വെള്ളമാക്കി സ്പ്രേ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ കൗണ്ടർ ടോപ്പ് നീറ്റാവും. പിന്നെ ഒരുപാട് ഇട്ടിട്ട് ഞാൻ പാത്രങ്ങളൊന്നും ഇട്ട് വലിക്കൊന്നും ചെയ്യില്ല. പാത്രങ്ങളൊക്കെ ഇട്ട് അടിക്കുമ്പോഴാണ് കുറേ കളറ് മാറി ഇതൊക്കെ സ്ക്രാച്ചൊക്കെ വരുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂക്ഷിച്ച് ഉപയോഗിക്കണം വൈറ്റ് കൗണ്ടർ ടോപ്പ് ആകുമ്പോൾ എന്ന് മാത്രം. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒന്നുമില്ല. ഓടിൻ്റെ പാത്രങ്ങൾ, എൻ്റെ ഇതൊക്കെ ഷൂട്ടിനൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവും, ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ സേവനാഴി, ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. താഴെ എനിക്ക് ആവശ്യം വരുന്ന പ്ലാസ്റ്റിക്സിൻ്റെ സംഭവങ്ങൾ, അതായത് കണ്ടെയ്നേഴ്സ് നമുക്ക് ആവശ്യം വരും. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ. പിന്നെ ഉള്ളി, ഇതുപോലെയുള്ള ചില സാധനങ്ങൾ അരിഞ്ഞൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ അതിലുണ്ട് കുറച്ച് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അങ്ങനെ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നാളികേരമൊക്കെ എപ്പോഴും വേണം അവിടെ ശ്രീക്കും കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ. ഞാൻ തൃശ്ശൂരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും നാളികേരം കഴിച്ച് ശീലിച്ചിട്ടില്ല. ഞങ്ങൾ ആകെ ഒരു സാമ്പാറിലോ ഒരു അവിയലിലൊക്കെയാണ് ആകെ നാളികേരമുള്ളൂ. പിന്നെ സദ്യക്കൊക്കെ ഓലം വെക്കുമ്പോൾ നാളികേര പാൽ പിഴിഞ്ഞൊഴിക്കും. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ കുത്തിക്കാച്ചിലാണ്, അതായത് ഉള്ളിയും മുളകും കുത്തിക്കാച്ചിട്ടാണ് ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുക ഫുഡ് ഉണ്ടാക്കുക. ഇവിടെ തോരനാണ്. തോരൻ എന്ന് പറഞ്ഞാൽ മൊത്തം നാളികേരമാണ്. അപ്പോൾ നാളികേരമൊക്കെ വെക്കാൻ സ്റ്റോർ ചെയ്യാനുള്ള ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടി മേടിച്ച് വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ കുറേ നാളായി. എല്ലാ ആഴ്ച ഒരെണ്ണെങ്കിലും പൊട്ടിക്കും. ഫുൾ ചില്ലിൻ്റെ ഞാൻ തന്നെ വാങ്ങിക്കും, ഞാൻ തന്നെ പൊട്ടിക്കും. എല്ലാം അടുക്കി വെച്ചിരിക്കണം. അത് എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ വെക്കാനോ അരിഞ്ഞ് വെക്കാനോ ഒക്കെ ആയിട്ട് വെക്കുന്ന സാധനങ്ങളാണ്. ഇത് കുട്ടി കണ്ടെയ്നർ, നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇത് മറ്റേ ഗ്രാനൈറ്റിൻ്റെയാണ്. കുറച്ച് ഹെവിയാണ് ആ സാധനം. വല്ലപ്പോഴൊക്കെ എടുക്കാറുള്ളൂ. ഭംഗി കണ്ട് വാങ്ങിച്ചാണ്. ഞാൻ ഒരു കൊറിയൻ ചാനൽ കണ്ടിട്ട് മോഹിച്ച് വാങ്ങിച്ചത്. പക്ഷെ വാങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി നല്ല എമൗണ്ട് ഉണ്ട്. അതിനെ ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പോലും പറ്റില്ല. 1-2 ഷൂട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇതൊക്കെ എൻ്റെ ബൗളുകളാണ്.
നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെറാമിക്കിൻ്റെ ബൗളുകൾ ഒക്കെ ഗ്ലാസിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് 2 സെക്ഷനേ ഉള്ളൂ. ഇവിടെയൊക്കെ പൊട്ടുന്ന ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. താഴെയും അങ്ങനെ തന്നെയാണ്. വളരെ സിമ്പിൾ ക്യൂട്ടായിട്ടുള്ള എൻ്റെ കുഞ്ഞ് അടുക്കളയാണ് ഇപ്പോൾ എല്ലാവരും കണ്ടത്. അപ്പോൾ മെയിൻ വീഡിയോ ചെയ്യാതിരുന്നത് കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്. ഷോർട്ട് വീഡിയോ ഇട്ട് അമ്മാസിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു സ്റ്റാഫ് മാത്രമായി ഞാൻ. കാരണം അത് ബിസിനസ് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ടല്ലോ, അങ്ങനെ ഓളത്തിലങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ താഴെ പറയാം. വീണ്ടും കാണാം. താങ്ക് യു.